ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. എത്ര ദിവസം കിടക്കും? കിടന്ന സ്ഥലത്ത് പല സ്ഥലത്തും കണ്ടല്ലോ. ഒരു സാമൂഹ്യ ബോധമില്ല, ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമോ എന്നാണെന്ന് നോക്കുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഐസ്ക്രീം പൊരിച്ചാ കഴിക്കുന്നത്. സംസ്ഥാനങ്ങൾ എല്ലാം തിന്ന് കഴിഞ്ഞു. ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ ഐസ്ക്രീം പൊരിക്കാൻ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ആദ്യം കേട്ടപ്പോൾ അന്തം വിട്ടു. എന്താണ് ഈ ഐസ്ക്രീം പൊരിക്കുക? അപ്പൊ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇരുമ്പ് കട്ട പോലെ ആക്കിയിട്ട് നേരെ തളച്ച വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടും. അവിടെ ഒറ്റ കൊരല. അപ്പോൾ ഉള്ളിൽ ഐസ്, പുറത്ത് വേവും. ഇത് പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം? ഭക്ഷണത്തിൽ ഈ ഒരു പണിയല്ലാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഇവർക്ക് വേറൊരു പണിയില്ല. ഇത് പണിയാ. മറ്റേ സോഡ ഉണ്ട്. എന്ത് സോഡ? ഇത് ഇഞ്ചി സോഡ എന്നൊക്കെ. സാധാരണ മനുഷ്യനെ കുടിച്ചാൽ തലമിന്നി വീഴുന്നുണ്ട്. അത് കൂടല്ലൂരാ കിട്ടുക. ഇവിടുന്ന് വണ്ടി വിടുക. ഏതാ സോഡ കുടിക്കാൻ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് പോവാണ്. ഇതാണ് യുവാക്കള്. ആ യുവാക്കളോടെ സംസാരിക്കാനുള്ളത്. അപ്പൊ ഞാൻ സംസാരിച്ച് നോക്കും. ഇവരെ ഉണർത്താൻ പറ്റുമോ നോക്കും. ഉണരുണ്ടെങ്കിൽ ഞാൻ വിടും. പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ഒരു പാർട്ടി നിർദ്ദേശപ്രകാരമാണ്. പക്ഷെ ഒരു മനസ്സോട് അങ്ങയോടൊപ്പാണെന്ന് കരുതുന്നു. അതന്നെ മനസ്സ്. ഞാനാരാ മനസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ മാഷല്ലേ. എനിക്ക് മനസ്സിനെ പറ്റി പറയാനല്ല. ഞാൻ മനഃശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അതിനെ പറ്റി വിമർശനം ഉന്നയിച്ച MLA പാർട്ടിന് പുറത്തായി. ഇപ്പൊ MLA പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും ഇത്തരത്തിൽ പരസ്യമായി പാർട്ടിയെ വിമർശിക്കാൻ അല്ലെങ്കിൽ അങ്ങേക്ക് ഒരു പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയും? ഞങ്ങളങ്ങനെ പരസ്യമായി ഞാനല്ല പറഞ്ഞു ഞാൻ ഒറ്റക്കാ പോകുന്നത്. ഞാൻ സ്റ്റേജ് തന്നെ കേട്ടില്ല പ്രസംഗിക്കാൻ. സ്റ്റേജ് കിട്ടിയാലും ആള് കയറിയിട്ടുണ്ട്. ഞാനൊരു ജീപ്പിന്റെ ബോണ്ടിന്റെ മുകളിൽ കയറിയിരിക്കും. ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. എന്തായാലും റോട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾ അവിടെ ഉണ്ടാവില്ല. അവരെങ്കിലും കേൾക്കുമല്ലോ.